റഫേലെ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രായേൽ ലെബനനിലേക്കും കടന്നിരിക്കുകയാണ്. ഹമാസിനും പലസ്തീനും ഇറാനും ഉൾപ്പെടെ അനുകൂല നിലപാട് സ്വീകരിച്ച ഹിസ്ബുള്ളയാണ് ഇവിടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇപ്പോഴിതാ ബെയ്റൂത്തിലെ ആക്രമണത്തിൽ നിരോധിക്കപ്പെട്ട വൈറ്റ് ഫോസ്ഫറസ് ഉപകരണങ്ങൾ സൈനിക നടപടിക്കായി ഇസ്രായേൽ ഉപയോഗിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഇതിനു പിന്നാലെ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാട്ടുന്നു. 2023 ഒക്ടോബർ മുതൽ പീരങ്കികൾ ഉപയോഗിച്ചുള്ള വൈറ്റ് ഫോസ്ഫറസിൻ്റെ ഒന്നിലധികം എയർ സ്ഫോടനങ്ങളുടെ ചിത്രങ്ങളും ഫ്യൂട്ടേജുകളും തങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. ഇതിൽ ഭൂരിപക്ഷവും ജനവാസ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും സംഘടന വ്യക്തമാക്കി. ലെബനനിലെ തെക്കൻ അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകളിലും കെട്ടിടങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് ചിത്രങ്ങളും ഫൂട്ടേജുകളുമാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ടത്. ജനവാസ മേഖലകളിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനിൽ വലിയ അളവിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണിത്. വൈറ്റ് ഫോസ്ഫറസ് പൊട്ടിത്തെറിക്കാൻ കഴിവുള്ളൊരു രാസവസ്തു കൂടിയാണ്. ഇത് വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സ്ഫോടന രൂപത്തിൽ കത്തുകയും ആളുകളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ഫോസ്ഫറസിൻ്റെയും റബ്ബറിൻ്റെയും മെഴുകുപോലുള്ള മിശ്രിതമാണ് വൈറ്റ് ഫോസ്ഫറസുകൾ. ഇതിനെയാണ് ബോംബാക്കി മാറ്റുന്നത്. അന്തരീക്ഷത്തിലെത്തിയാൽ 800 ഡിഗ്രി സെൽഷ്യസ് മുതൽ 2500 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ കത്തിച്ചൊലിക്കും. ഒരിടത്ത് പതിച്ചാൽ നീക്കം ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. വസ്ത്രങ്ങളിലടക്കം പറ്റിപ്പിടിക്കുകയും ശരീരത്തിലേറ്റാൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്യും. മരണസംഖ്യ വളരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതികഠിനമായ ചൂടിനപ്പുറം വലിയ പുകയും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. ഏതെങ്കിലും കാരണവശാൽ ഇതുമൂലം പരിക്കേറ്റാൽ ചികിത്സിച്ച് ഭേദമാക്കുക പോലും അസാധ്യമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇതോടെയാണ് വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളെ നിരോധിത ആയുധ പട്ടികയിൽ ലോകരാജ്യങ്ങൾ പെടുത്തിയിരിക്കുന്നത്. ശത്രുക്കളെയും യുദ്ധസാമഗ്രികളെയും നാമാവശേഷമാക്കുമെന്നതാണ് വൈറ്റ് ഫോസ്ഫറസ് ബോംബിൻ്റെ പ്രത്യേകത. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ഐറിഷ് ദേശീയവാദികളാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. ഒന്നാം ലോക മഹായുദ്ധകാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തും ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇറാഖ് യുദ്ധകാലത്തും ഇത് വ്യാപകമായി ഉപയോഗിച്ചു. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളവും പിന്നീട് റഷ്യയും ഈ വിനാശകാരികളായ ബോംബുകളെ ഉപയോഗിച്ചു. തുടർന്ന് ഇങ്ങോട്ട് അമേരിക്കൻ ഇറാഖ് യുദ്ധം, ലെബനൻ യുദ്ധം, 2008-2009 ഗസ യുദ്ധം, US താലിബാൻ സംഘർഷം എന്നിവയിലെല്ലാം വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ വ്യാപകമായി ഉപയോഗിച്ചു. ഇത് വലിയ ആൾനാശത്തിനും പരിക്കിനും കാരണമായിരുന്നു. പൂർണ്ണ നിരോധനമില്ലെങ്കിലും ഇവയെ ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നതിനാണ് വിലക്ക്. ജനവാസ മേഖലയിൽ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് അന്തർദേശീയ യുദ്ധനിയമം ഉണ്ടായെങ്കിലും പലപ്പോഴും ഇത് യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. 1972 വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കുന്നതിൽ കർശന നിയന്ത്രണം കൊണ്ടുവരുന്ന പ്രമേയം UN ജനറൽ അസംബ്ലി പാസാക്കിയത്. 1980 ലോകരാജ്യങ്ങൾ ഈ പ്രമേയം അംഗീകരിച്ചുവെങ്കിലും പലപ്പോഴും ഇത് ജനങ്ങൾക്ക് നേരെ വിവിധ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം.